നമ്മുടെ അമ്പലങ്ങളിൽ എങ്ങനെ ഇത്രയും കൊത്തുപണികൾ വന്നേന്ന് ആലോചിച്ചിട്ടുണ്ടോ? വളരെ ഭംഗിയുള്ള ദൈവങ്ങളുടെയും മ്യൂസീഷ്യൻസിന്റെയും ഡാൻസേഴ്സിന്റെയും കർഷകരുടെയും ഒക്കെ കാർവിങ്സിന്റെ ഒപ്പം തന്നെ കുറെ കപ്പിൾ കാർവിങ്സും നമുക്ക് കാണാം. പക്ഷെ അതിൽ ചില ശൃംഗാര ഭാവങ്ങളൊക്കെ കണ്ടിട്ട് വെസ്റ്റേൺ വേൾഡ് അതിനെ വിളിച്ചതോ ഇന്ത്യസ് ഡേർട്ടി ലിറ്റിൽ സീക്രട്ട് എന്ന്. എന്തായിരിക്കും അങ്ങനെ വിളിക്കാനുള്ള ഒരു കാരണം? നമുക്ക് നോക്കാലോ. AD 950 1050 ഇടയിൽ മധ്യപ്രദേശിൽ നിർമ്മിക്കപ്പെട്ട ഖജുറാവോയില് ഒരു കാലത്ത് 85ഓളം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇപ്പൊ അവശേഷിക്കണതോ അതിൽ ഏകദേശം 22 മാത്രം. അവിടെ 1838 TS ബർട്ട് എന്നൊരു ബ്രിട്ടീഷ് ആർമി ക്യാപ്റ്റൻ കാട്ടില് വഴിതെറ്റി നടക്കുകയായിരുന്നു. അങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ പുള്ളി എത്തിപ്പെട്ട സ്ഥലത്തെ വാൾസിൽ കണ്ടതോ മാഗ്നിഫിഷ്യന്റ് എന്ന് മൂപ്പര് വിശേഷിപ്പിച്ച ഒരു കാഴ്ച. പിന്നീട് ആ ചുമരുകളിലേക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയ ശേഷം പുള്ളി തന്റെ ഡയറിയിൽ എഴുതി, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അശ്ലീലമായ ശില്പങ്ങൾ. പക്ഷെ പുള്ളി തന്റെ ഡയറിയിൽ എഴുതാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഖജുറാവോയില് 10% ശില്പങ്ങൾ മാത്രമാണ് ഇതുപോലെയുള്ള ശൃംഗാര ചൊവ്വയുള്ളവ. ബാക്കി 90% സ്ത്രീകള്, യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സൈനികര്, ഗുരുവിൽ നിന്ന് വിദ്യ അഭ്യസിക്കുന്ന ഒരു കുട്ടി, ആനകള്, കുതിരകള്, കരകൗശല വിദ്യകൾ ചെയ്യുന്നവര്, പാട്ടില് ലയിച്ചിരിക്കുന്ന കുറെ സംഗീതജ്ഞര്, അങ്ങനെ ഒരുപാട് കഥകൾ പറയുന്ന ജീവൻ തുടിക്കുന്ന കാർവിങ്സും കൂടെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഇതൊക്കെ എന്തിനാണ് ഒരു ക്ഷേത്ര ചുമരിൽ കൊത്തിവെച്ചിരിക്കുന്നത്? വളരെ പ്രാചീനമായ ഒരു ഗ്രന്ഥമുണ്ട്, ശില്പശാസ്ത്രം. ഇന്ത്യയിലെ ഓരോ ക്ഷേത്ര ചുമരുകളിലെയും ഓരോ കൊത്തുപണികളും ഓരോ രൂപങ്ങളും എവിടെയായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നിർണയിച്ചിരുന്ന ഒരു നിയമപുസ്തകം. ആ ശാസ്ത്രം അനുസരിച്ചിട്ട് ക്ഷേത്രത്തിന്റെ പുറം ചുമരുകളുടെ ചുമതല ജീവിതത്തിനെ അതിന്റെ പൂർണ്ണതയിൽ കാണിക്കുക എന്നുള്ളതായിരുന്നു. യുദ്ധം, സംഗീതം, പ്രാർത്ഥന, പ്രണയം, അന്നത്തെ ജോലികള്. കാരണം അന്നത്തെ കാലത്ത് ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് വെറും ഒരു ആരാധനാലയം മാത്രമായിരുന്നില്ല. ആ കാർവിങ്സിൽ കാണിക്കണ ഒരു മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ കോലാഹലങ്ങളിൽ കൂടെയും കടന്ന് നമ്മള് അമ്പലത്തിന്റെ ഉള്ളിലെ ആ ഒരു ശാന്തതയിലേക്ക് കയറി ചെല്ലണം. അതായത് ശരിയായ ജീവിതം കണ്ടുകൊണ്ട് ദൈവത്തിന്റെ അടുത്തേക്ക് എത്തുക. നമുക്ക് ചുറ്റും ലൈഫ് എക്സിസ്റ്റ് ചെയ്യണോ എന്നുള്ളതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. അപ്പൊ ശരിക്കും എന്താണ് ഈ ക്ഷേത്രങ്ങള്? കർഷകര്, മ്യൂസീഷ്യൻസ്, ഡാൻസേഴ്സ്, കപ്പിൾസ്, ദൈവങ്ങള്, അങ്ങനെ എല്ലാവരും ഒരേ ചുമരില്, എല്ലാവർക്കും തുല്യമായ സ്പേസ്. കാരണം അതിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ മനുഷ്യജീവിതം കംപ്ലീറ്റ് ആവുമായിരുന്നോ? നമ്മുടെ പൂർവികർ ശരിക്കും നിർമ്മിച്ചത് വെറും ഒരു ക്ഷേത്രമായിരുന്നില്ല. അവർ സത്യം പറഞ്ഞ ഒരു ലൈബ്രറിയാണ് പണിതുയർത്തിയത്. ലോകത്തിലെ ഏറ്റവും സത്യസന്ധമായ ലൈബ്രറികൾക്ക് തങ്ങളുടെ സ്വന്തം കളക്ഷൻസ് എന്തായാലും സെൻസർ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താ അല്ലേ?